ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് JWT ടോക്കണിനെ കുറിച്ചാണ് കേട്ടോ. എന്താണ് JWT ടോക്കൺ, അതുപോലെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ JWT ടോക്കൺ വള്ളബിലിറ്റീസ് അതിനെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. നമുക്ക് പോർച്ചുഗലിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് അറ്റാക്കാണ് JWT അറ്റാക്ക് എന്ന് പറയുന്നത്. JWT എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടാവും. JWT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയ്സൺ വെബ് ടോക്കൺ എന്നാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്, ജെയ്സൺ വെബ് ടോക്കൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു നമ്മൾ ഈ ഒരു ടോക്കൺ യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു 3 രീതിയിലാണ് ഇതിൻ്റെ, ഒരു 3 ടൈപ്പ് മൂന്ന് ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ഡേറ്റനെ ഇത് എന്താ ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ ഇവിടെ കിടക്കുന്നത്. ഇതാണ് JWT ടോക്കൺ എന്ന് പറയുന്നത്. ഇതിന് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ നമ്മുടെ ഡേറ്റാസ് നമ്മൾ എന്തൊക്കെയാണോ ഇൻപുട്ട് ചെയ്യുന്നത്, ഈ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ ഈ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസിനെ ഒരു എൻക്രിപ്ഷൻ നടത്തിയിട്ടാണ് ഈ ഒരു ടോക്കണിലൂടെ ഈ ഒരു ഡേറ്റയിലൂടെ കൺവേർട്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ, എന്താണ് JWT എന്നുള്ളത് പറയുന്നുണ്ട്. JWT ഓക്കെ, JWT ജെയ്സൺ വെബ് ടോക്കൺ എന്നാണ്. ഇറ്റ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഫോർ സെൻഡിങ് ക്രിപ്റ്റോഗ്രഫിക്കലി സൈൻഡ് JSON ഡേറ്റ ബിറ്റ്വീൻ ദ സിസ്റ്റം. അതായത് നമ്മൾ ഒരു സെർവറിൽ നിന്ന് ക്ലയൻറ്റിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്രിപ്റ്റോഗ്രഫിക്കലി എൻക്രിപ്റ്റ് ചെയ്തല്ല, നമ്മൾ എൻക്രിപ്ഷൻ നടന്നിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. JSON ഡേറ്റേനെയാണ് നമ്മൾ JWT ടോക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, JSON എന്താണ്, JSONൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. They can theoretically contain any kind of data but are mostly common used to send information. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ JWT ടോക്കൺസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് HTTP. ഓക്കെ, HTTPS എന്താണെന്നല്ലേ. HTTPS നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു. വെറും HTTPയിലാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമ്മുടെ ഡേറ്റ ഒരു പബ്ലിക് ടെക്സ്റ്റിലൂടെ ആയിരിക്കും പോകുന്നത്, അല്ലേ, പബ്ലിക് ടെക്സ്റ്റായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാനേജ്മെൻറ്റ് അറ്റാക്കൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഇഷ്യൂസ്, ഇപ്പം ഒരു മൂന്നാമതൊരാൾക്ക് നമ്മുടെ ഡേറ്റാസ് കാണാൻ പറ്റും. ഓക്കെ, റിക്കവർ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ വന്നപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ HTTPSലോട്ട് വന്നത്. HTTPS ഏതായിരുന്നു, ഒരു SSL എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോളും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു, സർട്ടിഫിക്കേഷൻ ആഡ് ചെയ്തപ്പം അതിനകത്ത് എന്ത് ചെയ്തു, എൻക്രിപ്ഷൻ നടന്നു, അല്ലേ. എൻക്രിപ്ഷൻ നടന്നപ്പോൾ എന്ത് പറ്റി, നമ്മുടെ ആ ഒരു ഡേറ്റ എൻക്രിപ്ഷൻ പാറ്റേണിലോട്ട് പോയതുകൊണ്ട് തന്നെ അത് ഒരു മൂന്നാമതൊരാൾക്ക് അത് റീഡ് ചെയ്യാൻ പാടാണ്. ഓക്കെ, അതുപോലെ തന്നെയുള്ള അത് എന്ത് ഡേറ്റയാണ് കൊടുക്കുന്നുള്ള രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പം നമ്മൾ ഈ JWT ടോക്കൺസ് ഇവിടെ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡൻഷ്യൽസ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ IDs, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഡേറ്റാസ് ചില വെബ്സൈറ്റുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഒരു പ്ലെയിൻ ടെക്സ്റ്റായിട്ട് നമ്മളിപ്പോൾ യൂസറിനും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് അതിന് കണ്ടൻറ്റിനകത്ത് HTTPS റിക്വസ്റ്റ് ആണെങ്കിലും കണ്ടൻറ്റിനകത്ത് നമുക്ക് പോകുന്നത് ആ ഒരു പ്ലെയിൻ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ ബൈപ്പാസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടിയാണ് നമ്മൾ ഹാഷിംഗ് ഫോർമാറ്റ്, അതുപോലെ എൻക്രിപ്ഷൻസ്, JWT ടോക്കൺസ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം ഇതാണിപ്പം എക്സാമ്പിൾ JWTയുടെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ആസ് യൂസർ എ പാർട്ട് ഓഫ് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സെൻഡ് ഇൻഫർമേഷൻ അബൌട്ട് യൂസേഴ്സ് ആസ് പാർട്ട് ഓഫ് ഓതൻറ്റിക്കേഷൻ സെക്ഷൻ ഹാൻഡ്ലിംഗ് ആൻഡ് ആക്സസ് കൺട്രോൾ മെക്കാനിസം. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ടോക്കൺ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആരാണോ എങ്ങനെയാണോ അതൊക്കെ മീൻസ് ഓതൻറ്റിക്കേഷൻ നടക്കുന്നുണ്ട്, ആക്സസ് കൺട്രോൾ മെക്കാനിസംസ് നടക്കുന്നുണ്ട്, സെക്ഷൻ ഹാൻഡ്ലിംഗ്, ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഇതിലോട്ട് അത് എന്താണ് കറക്റ്റ് ചെയ്യാനത് ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അൺലൈക്ക് സെക്ഷൻ ടോക്കൺ ഓൾ ഡേറ്റ നീഡ്സ് ടു സ്റ്റോർ ഇൻ ക്ലയൻറ്റ് സൈഡ് within JWT itself. It makes JWT a popular choice for highly distributing websites where users need to interact seamlessly the multiple backend service. Okay,
ഇത് മെയിനായിട്ട് നമ്മൾ JWT ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ JWT മീൻസ് JSON വെബ് ടോക്കൺ. ഈ JWTനെ നമ്മൾ 3 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഹെഡർ പാർട്ട്, രണ്ടാമത്തെ പേലോഡ് പാർട്ട്, മൂന്നാമത്തെ സിഗ്നേച്ചർ പാർട്ട്. ഓക്കെ, ഇന്നത്തെ ഹെഡർ പാർട്ട് ഫിക്സഡ് ആണ് കേട്ടോ. അത് ഹെഡർ ആൻഡ് പേലോഡ് പാർട്സ് ഓഫ് JWT base64 URL encoded JSON objects. The header contains metadata about the token itself, while the payloads contains actual claims about users. For example, അതോടെ പറയാം എന്താ നമ്മളെ ഇതാണ് അതിൻ്റെ ഒരു ടോക്കൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ടോക്കൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എക്സാമ്പിൾ ടോക്കൺ. ഇതിൽ കണ്ടോ ഒരു ഡോട്ട് വരുന്നുണ്ടോ? ഫസ്റ്റ് ഒരു ഡോട്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഒരു ഡോട്ട് കണ്ടോ? ഇതാണ് അതിനെ ആ ഒരു പാർട്ടിനെ തരംതിരിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ക്ലാസിഫൈ ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അതിനെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടോ, ഈ പോയിന്റ് വരെയുള്ള ഈ ഒരു പാർട്ട്, ഇതിനെയാണ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത്. അത് മിക്കവാറും അത് ഫിക്സഡ് ആയിരിക്കും. കാരണം അത് എന്താണ് അതിൻ്റെ ഏത് ടോക്കണിൻ്റെ കുറച്ച് ഈ JWTയുടെ ഒരു ഇതാണ് അത് കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ കണ്ടോ, ഈ ഒരു സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനകത്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ. ചിലപ്പോൾ നമ്മുടെ യൂസർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ യൂസർ നെയിം, പാസ്വേഡ്സ്, ഇതെല്ലാം ഇതിനകത്തായിരിക്കും എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. base64 മേഖലയിലായിരിക്കും എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതാണ് സിഗ്നേച്ചർ. ഈ സിഗ്നേച്ചർ പലർക്കും പല രീതിയിലുള്ള സിഗ്നേച്ചേഴ്സ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ സിഗ്നേച്ചറാണ് മെയിനായിട്ടുള്ള ഇവിടെ ഓതൻറ്റിക്കേഷൻ നടത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സിഗ്നേച്ചറാണ്. ഓക്കെ, ഇതിപ്പം ഈ ഒരു സ്ക്രീൻ കിടക്കുന്നുണ്ടോ? ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റാസ് ഈ ഒരു സെക്കൻഡ് പാർട്ടിലുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. അതായത് കൊച്ചുകറ നമ്പർ, യൂസറിൻ്റെ നെയിം, റോൾ എന്താണ്, ഇതെല്ലാം ID എന്താണ്, ഇതെല്ലാം ഇതിനകത്തായിരിക്കും വരുന്നത്. ഇനി സിഗ്നേച്ചർ, JWT സിഗ്നേച്ചർ മൂന്നാമത്തെ പാർട്ട്, അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. The server that issue token typically generate the signature by hashing the header and payload. In some case, they also encrypt the resulting hash. Either where this process involves a secret signing key, this mechanism provides a way for servers to verify that none of data within the tokens are tampered with in this issue. As the signature is directly derived the rest of token, and changing a single byte of the header or a payload is in the mismatching signature. Without knowing the server's secret key, signing key, it's possible to generate correcting signature and payload. അത് നമുക്കിപ്പോൾ ഒരാൾ ഇപ്പം ഞാൻ എൻ്റെ പേരിലൊരു എനിക്കൊരു JWT ടോക്കൺ ഉണ്ട്. ഓക്കെ, അതിൻ്റെ സിഗ്നേച്ചർ ഓൾറെഡി ഒരു അൽഗോരിതം ഓൾറെഡി ഹാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഈ ഒരു JWT ടോക്കണിൽ പേലോഡ് പാർട്ടിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, മൂന്നാമതൊരാളുടെ മാൻ ഇൻ ദ മീറ്റിംഗ് അറ്റാക്ക് പോലുള്ള ഒരു ഇതിൽ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളതൊരു ആ ഒരു ഡീറ്റെയിൽസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ സിഗ്നേച്ചർ വാലിഡായിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും? ആ ഒരു റിക്വസ്റ്റിനെ അവർ ബ്ലോക്ക് ചെയ്യും. കാണാനില്ല, അത് ആ സിഗ്നേച്ചർ ഇതുമായിട്ട് മാച്ച് ആകത്തില്ല. അതിൽ മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്, അത് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ, ഹെഡർ, പേലോഡ്, സിഗ്നേച്ചർ. ഈ ഹെഡറും പേലോഡ്, ഈ സിഗ്നേച്ചറിന് എന്തെങ്കിലും ഒരു ഇതിനകത്ത് ഈ പറഞ്ഞ ഡേറ്റാസിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇത് രണ്ടും ഇത് ഈ കാര്യങ്ങളെല്ലാം മാച്ച് ആയില്ലെങ്കിൽ, അപ്പം നമുക്കിപ്പം എനിക്കിപ്പോൾ ഒരു ID തന്നിട്ടുണ്ട്, അഡ്രസ്സ് ഉണ്ട്, അഡ്രസ്സ് മാച്ച് ആയില്ലെങ്കിൽ നമുക്ക് റിജക്ഷൻ കിട്ടത്തില്ല. അതുപോലെയൊക്കെ തന്നെ അത് കറക്റ്റായിട്ട് അത് മാച്ച് ആയില്ലെങ്കിൽ അവിടെ റിജക്ഷൻ, അതായത് നമുക്ക് ആ ഒരു ടോക്കൺ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇത്. ഈ മൂന്നാമത്തെ ഏരിയ ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സിഗ്നേച്ചർ പാർട്ടാണ്. ഓക്കെ, ഇതൊരു ഫോർമാറ്റാണ്. അതായത് JSON വെബ് സിഗ്നേച്ചർ ആൻഡ് JSON വെബ് എൻക്രിപ്ഷൻ, ഈ 2 ഏരിയയും കൂടിയാണ്, എൻക്രിപ്ഷനും സിഗ്നേച്ചറും കൂടിയാണ് ചേർന്നിട്ടാണ് ഈ പറഞ്ഞ JWT എന്ന ടോക്കൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അറ്റാക്കിലോട്ട് വരാം. അതിന് മുമ്പ് JSON ടോക്കൺ, വെബ് ടോക്കണിൻ്റെ വെബ്സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു JSON വെബ് ടോക്കൺ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതാണ് ഹെഡർ. ഈ ഡോട്ട് ഇട്ട് നോക്കിയാൽ മതി കേട്ടോ, ഡോട്ട് ചെക്ക് ചെയ്താൽ മതിയേ. ഇതാണ് ഈ സെക്കൻഡ് കളറിൽ വരുന്നതാണ് പേലോഡ്. ഈ പറഞ്ഞ ഏരിയ ആണ് സിഗ്നേച്ചർ. ഓക്കെ, ഇവിടെ ഡീകോഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, ഇതാണ് ഹെഡറിനകത്ത് വരുന്നത്. അതായത് അൽഗോറിതം HS256 ടൈപ്പ് JWT ടോക്കൺ ആണെന്ന് പറഞ്ഞാൽ ഹെഡറുണ്ട്. ഓക്കെ,
പേലോഡിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഒരു ഒരു നമ്പർ വരുന്നുണ്ട്, നെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ IIT നമ്പറും വരുന്നുണ്ട്. ഓക്കെ, ഈ സിഗ്നേച്ചർ നോക്കിയേ, കണ്ടോ? അതായത് ഒരു അൽഗോരിതം ഫോർമാറ്റ്, സിഗ്നേച്ചറിൻ്റെ ഫോർമാറ്റ്, അത് ബേസിസ് യുവർ റിവാർഡ് എൻകോഡിങ് ഹെഡർ പേലോഡ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ ഹെഡറിനെയും ഇതിൻ്റെ എൻക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ പറഞ്ഞ ഏരിയ ആണ് കേട്ടോ. വെരിഫിക്കേഷൻ നടത്തുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, യുവർ 256 ബിറ്റ് സീക്രട്ട് ബേസ് 64 എൻകോഡിങ്. ഓക്കെ, ഈ ഒരു പാർട്ടിലാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കോളുക. ഇവിടെ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യാതെ ഇവിടെ മാറുമോ നോക്കാം. ഈ ഒരു ഏരിയ നോക്കുക, കണ്ടോ? ചേഞ്ച് ആവുന്നുണ്ടോ? ഞാനിപ്പോൾ ഒരു വാല്യൂ മാറ്റിക്കണം, കണ്ടോ? സാധനം ചേഞ്ച്, ആ ഒരു സെക്കൻഡ് പാർട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? കണ്ടോ? ഓക്കെ, അതായത് നമ്മൾ എന്ത് പേലോഡ് കൊടുത്തു, ആ പേലോഡ് കൊടുത്തിട്ട് ഞാനിപ്പം അതിനെ ഈ വെരിഫിക്കേഷൻ സെൻഡ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സിഗ്നേച്ചർ, ഇപ്പം ഓൾറെഡി ഈ സിഗ്നേച്ചറിനകത്ത് എന്തായിരിക്കും സേവ് ചെയ്തേക്കുന്നത്? ഒറിജിനൽ ഡേറ്റയും ഹെഡറും, ഒറിജിനൽ ആ ഫോർമാറ്റും ഹെഡറും ഒക്കെ ആയ ആ ഒരു ഡേറ്റ പേലോഡ് വായിക്കാൻ അതിനകത്ത് കിടക്കുന്നത്. പക്ഷെ നമ്മൾ ആ പേലോഡിനെ ജസ്റ്റ് വേറൊരു രീതിയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ സിഗ്നേച്ചറിൽ വെരിഫിക്കേഷൻ നടന്ന സമയത്ത് അത് മാച്ച് ആകത്തില്ല. അങ്ങനെ വരുമ്പോൾ അത് ഇൻവാലിഡ് ആകും കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ JWTയുടെ തിയറി. JWT എക്സാമ്പിൾ വേറെ ജസ്റ്റ് നോക്കട്ടെ. ജെയ്സന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ജെയ്സൺ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ ആണ് ജെയ്സനെ. ലാസ്റ്റത്തെ OU ഞാൻ മറന്നുപോയി, അതാണ് നോക്കിയത്. ഓക്കെ, ഇതിനകത്ത് ജെയ്സൺ വെബ് ടോക്കൺ ഇമേജ് ഈ ഒരു ഇമേജ് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ സെയിം കണ്ടത് തന്നെയാണ്, കണ്ടോ? ഇത് മെയിൻ ആ സെയിം ഏരിയ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ. ബാക്കി JWT അറ്റാക്കിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.